ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയറോസ്പേസ് പ്രതിരോധ പ്രദർശനമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എയ്റോ ഇന്ത്യ 2025. ഇതിന്റെ 15ാമത്തെ പതിപ്പാണ് ബാംഗ്ലൂരുവിലെ യലഹങ്ക വ്യോമസേന സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദി റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് എന്നതാണ് ഈ എയ്റോ ഇന്ത്യ 2025 പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏകദേശം 150 വിദേശ കമ്പനികൾ ഉൾപ്പെടെ 900-ലധികം പ്രദർശകരുടെ പങ്കാളിത്തത്തോടെയാണ് ഇതിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ എഡീഷനാണ് എയ്റോ ഇന്ത്യ 2025. നമ്മുടെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദി വേൾഡ് എന്നിവയുമായി സംയോജിപ്പിച്ച് തദ്ദേശീയവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. റഷ്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടേതുൾപ്പെടെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ 5ാം തലമുറ യുദ്ധ വിമാനങ്ങളാണ് റഷ്യയുടെ Su-57ഉം അമേരിക്കയുടെ F-35 ലൈറ്റനിങ് 2. Su-57ന്റെ അസാധാരണ കഴിവുകളെ എടുത്തു കാണിച്ച ശ്രദ്ധേയമായ നേട്ടത്തിനാണ് എയ്റോ ഇന്ത്യ 2025 സാക്ഷ്യം വഹിച്ചത്. അതായത് റഷ്യയുടെ Su-57 എന്ന 5ാം തലമുറ യുദ്ധ വിമാനം വെറും 0.8 കിലോമീറ്റർ റൺവേ ഉപയോഗിച്ച് വെറും 10 സെക്കൻഡിനുള്ളിൽ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് പറന്നുയർന്നത്. റഷ്യൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ അതിശയകരമായ പ്രകടനത്തിനാണ് എയ്റോ ഇന്ത്യ 2025 സാക്ഷ്യം വഹിച്ചത്. അതായത് വിപുലവും ചെലവേറിയതുമായ അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഷോ, ടേക്ക് ഓഫ്, ലാൻഡിംഗ് കഴിവുകൾ 5ാം തലമുറ യുദ്ധ വിമാനങ്ങളിൽ സംയോജിപ്പിക്കാൻ കഴിയും എന്ന് റഷ്യയുടെ Su-57 തെളിയിച്ചിരിക്കുന്നു. ഇതിന്റെ ശ്രദ്ധേയമായ പ്രകടനത്തിന്റെ കാതൽ എന്ന് പറയേണ്ടത് റഷ്യയുടെ നൂതന എയറോസ്പേസ് എഞ്ചിനീയറിംഗിന്റെ തെളിവായ AL-41F1 എഞ്ചിനാണ്. ഈ ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിന് അസാധാരണമായ ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതവും ഉയർന്ന പ്രകടനവുമുണ്ട്. ഇത് Su-57 വേഗത്തിലുള്ള ടേക്ക് ഓഫുകളും വായുവിൽ സമാനതകളില്ലാതെ മുന്നോട്ട് പോകുന്നതിനും പ്രാപ്തമാക്കുന്നു. AL-41 എഞ്ചിന്റെ ത്രസ്റ്റ് വെക്ടറിംഗ് നോസലുകൾ അത്യാധുനിക എഞ്ചിൻ സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ച് സമാനതകളില്ലാത്ത ശക്തിയും കാര്യക്ഷമതയും നൽകുന്നു. പരമ്പരാഗത യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് ചെറിയ റൺവേകളിൽ പ്രവർത്തിക്കാൻ ഇത് Su-57 അനുവദിക്കുന്നു. ഇത് മെച്ചപ്പെട്ട പ്രവർത്തന വഴക്കവും വിശാലമായ ദൗത്യങ്ങൾക്ക് അനുയോജ്യതയും നൽകുന്നു. ചെറിയ റൺവേകളിൽ നിന്ന് പറന്നുയരാനുള്ള കഴിവ് ആധുനിക യുദ്ധവിമാനങ്ങൾക്ക്, പ്രത്യേകിച്ച് പരിമിതമായ എയർ സ്ട്രിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള പ്രദേശങ്ങളിൽ ഒരു നിർണായക നേട്ടം തന്നെയാണ്. AL-41 എഞ്ചിൻ നൽകുന്ന Su-57 ഈ വെല്ലുവിളിക്ക് ശക്തമായ ഒരു പരിഹാരമാണ് വാഗ്ദാനം ചെയ്യുന്നത്. Su-57 AL-41F1 എഞ്ചിൻ നൽകുന്ന ഈ കഴിവുകൾ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള പ്രദേശങ്ങളിലോ, പ്രത്യേകിച്ച് ഉയർന്ന ഭീഷണിയുള്ള സാഹചര്യങ്ങളിലോ, പരുക്കൻ പ്രദേശങ്ങളിലോ ഒക്കെ ഈ 5ാം തലമുറ യുദ്ധ വിമാനത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള അതിന്റെ സാധ്യതയാണ് എടുത്തു കാണിക്കുന്നത്. ഇതിന്റെ മറ്റൊരു വശം, ഈ ചെറിയ റൺവേകളിൽ നിന്ന് പറന്നുയരാനുള്ള Su-57ന്റെ കഴിവ് അതിന്റെ ചെലവിനെയാണ് കാണിക്കുന്നത്. അതായത് STOL ശേഷിയുള്ള പരമ്പരാഗത യുദ്ധ വിമാനങ്ങൾക്ക് പലപ്പോഴും പ്രത്യേകവും ചെലവേറിയതുമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. ഇതുകൊണ്ട് തന്നെ എയർഫീൽഡ് അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യമായ നിക്ഷേപം നടത്തേണ്ടിയും വരും. എന്നാൽ Su-57 ഈ നേട്ടം കൈവരിക്കുന്നതിന് അധിക നിക്ഷേപം നടത്തേണ്ടതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ മുന്നേറ്റ സാങ്കേതിക വിദ്യ വ്യോമശക്തി പ്രൊജക്ഷന് പുതിയ സാധ്യതകൾ തുറക്കുകയും ലോകമെമ്പാടുമുള്ള വ്യോമസേനകളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എയ്റോ ഇന്ത്യ 2025 പ്രകടനം ആധുനിക സൈനിക വ്യോമയാനത്തിലെ ഒരു ഗെയിം ചേഞ്ചറായി Su-57ന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രതിരോധ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഇതിന്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് Su-57 ഉൾപ്പെടെയുള്ള മിക്ക ആധുനിക യുദ്ധ വിമാനങ്ങൾക്കും പറന്നുയരുന്നതിന് മുമ്പ് റൺവേയിലൂടെ മുന്നോട്ട് പോകുന്നതിന് സാധാരണയായി 15 മുതൽ 25 സെക്കൻഡ് വരെ എടുക്കുമത്രേ. ഇത് വിമാനത്തിന്റെ പേലോഡ്, എഞ്ചിൻ ത്രസ്റ്റ്, റൺവേ ദൈർഘ്യം എന്നിവയെ ആശ്രയിച്ചിരിക്കും. അതായത് ഇത്രയും ഈ ചെറിയ ടേക്ക് ഓഫ് സമയത്തിനുള്ളിൽ വിമാനം വളരെ വേഗത്തിൽ തന്നെ ടേക്ക് ഓഫ് വേഗത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഇത് ആഫ്റ്റർ ബേണറുകളുടെ ഉപയോഗം അല്ലെങ്കിൽ വിമാനം കുറഞ്ഞ പേലോഡ് പ്രവർത്തിപ്പിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ Su-57 10 സെക്കൻഡിനുള്ളിൽ പറന്നുയർന്നു എന്നത് തീർച്ചയായും ശരിയായ കാര്യമാണ്. എന്നാൽ ഈ Su-57ന്റെ ഈ കഴിവ് നിർദ്ദിഷ്ട പറക്കൽ സാഹചര്യങ്ങളിൽ മാത്രമേ ബാധകമാകൂ എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അതായത് ഇതുപോലെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന സൈനിക പ്രദർശനങ്ങൾ, അതുപോലെ തന്നെ റഷ്യൻ വ്യോമസേനയ്ക്കുള്ളിലേക്ക് അന്തിമ വിന്യാസത്തിനായി വിമാനം മാറ്റുന്ന സാഹചര്യങ്ങൾ
ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ Su-57 ഈ രീതിയിൽ പറക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത്. അല്ലാതെ യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങൾ ഇത്തരം ഒരു പറന്നുയരൽ ഇതിന് അസാധ്യമായിരിക്കും. ഇതിന് രണ്ട് പ്രധാന കാരണങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഇതിലിപ്പോൾ ആയുധങ്ങളില്ല എന്നതും അതുപോലെ തന്നെ ഇതിന്റെ കുറഞ്ഞ ഇന്ധന ലോഡുമാണ്. അതായത് ഈ വിമാനം പൂർണ്ണമായും ഒരു യുദ്ധത്തിന് സജ്ജമാകുമ്പോൾ Su-57 എയർ ടു എയർ മിസൈലുകൾ ഉൾപ്പെടെ 10 ടൺ വരെ യുദ്ധ പേലോഡ് വഹിക്കാൻ കഴിയും. ഇത് ഈ വിമാനത്തിന്റെ മൊത്തം ഭാരം ഗണ്യമായി വർദ്ധിപ്പിക്കും. കുറഞ്ഞ ലോഡിൽ, അതായത് ആയുധങ്ങളൊന്നുമില്ലാതെയും കുറഞ്ഞ ഇന്ധനവുമുള്ളപ്പോൾ Su-57 ഭാരം എന്ന് പറയുന്നത് ഏകദേശം 18 മുതൽ 20 ടൺ വരെയാണ്. എന്നാൽ പൂർണ്ണമായ പോരാട്ട കോൺഫിഗറേഷനിൽ ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 35 ടൺ കവിയാൻ സാധ്യതയുണ്ട്. ഇത് വിമാനത്തിന്റെ മൊത്തം ഭാരം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ടേക്ക് ഓഫിന് കൂടുതൽ നീളമുള്ള റൺവേ ഇതിന് ആവശ്യമായി വരുന്നു. Su-57 അതിന്റെ ആയുധങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നുണ്ട് എങ്കിലും ചില സാഹചര്യങ്ങളിൽ ബാഹ്യ ഹാർഡ് പോയിന്റുകളും ഇതിന് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഈ വിമാനത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കുകയും ത്വരിതപ്പെടുത്തുമ്പോൾ കൂടുതൽ എഞ്ചിൻ ത്രസ്റ്റിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനെ പറന്നുയരുന്ന സമയത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകങ്ങളിലൊന്നാണ് എയറോഡൈനാമിക് ഡ്രാഗ് അഥവാ വായുവിനെ പ്രതിരോധിക്കാനുള്ള കഴിവ്. ഈ വിമാനത്തിന്റെ പുറത്തെ, അതായത് ബാഹ്യ ആയുധങ്ങൾ ഇല്ലാതെ കുറഞ്ഞ പേലോടും കൂടി ഇത് വായു പ്രതിരോധം ഗണ്യമായി കുറയ്ക്കുന്നു. അതുപോലെ വിമാനം മുന്നോട്ട് നീങ്ങുമ്പോൾ വായു അതിൽ ചെലുത്തുന്ന ബലമാണ് പാരാസിറ്റിക് ഡ്രാഗ് അഥവാ ഫ്രണ്ടൽ ഡ്രാഗ്. ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി സുഗമവും സ്റ്റെൽത്ത് ഒപ്റ്റിമൈസ് ചെയ്തതുമായ കോണ്ടൂർ ഉപയോഗിച്ചാണ് Su-57 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ വിമാനം ബാഹ്യ ഹാർഡ് പോയിന്റുകളിൽ മിസൈലുകളോ ബോംബുകളോ വഹിക്കുകയാണെങ്കിൽ ഇത് ഫ്രണ്ടൽ ഡ്രാഗ് വർദ്ധിപ്പിക്കുകയും ത്വരണം കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ എയറോഡൈനാമിക് ഡ്രാഗിനെ പറ്റി പറഞ്ഞല്ലോ. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന നിരവധി പ്രധാന ഗുണങ്ങൾ ഈ വിമാനത്തിലുണ്ട്. ബാഹ്യ ആയുധ മൗണ്ടുകളെ ആശ്രയിക്കുന്ന Su-35 അല്ലെങ്കിൽ F-15 പോലുള്ള ഫൈറ്ററുകളെ അപേക്ഷിച്ച് ഇതിന്റെ ആന്തരിക ആയുധ ബേകൾ ഫ്രണ്ടൽ ഡ്രാഗിനെ കുറയ്ക്കുന്നുമുണ്ട്. കൂടാതെ ഈ വിമാനത്തിന്റെ വിപുലമായ നിയന്ത്രണ പ്രതലങ്ങളും ശക്തമായ എഞ്ചിനുകളും ഒപ്റ്റിമൈസ് ചെയ്ത് വായു പ്രവാഹത്തിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ടേക്ക് ഓഫ് സമയത്ത് ആഫ്റ്റർ ബേർണറുകളുടെ ഉപയോഗം അധിക ത്രസ്റ്റ് ഇതിന് നൽകുന്നു. അങ്ങനെ ഇതിന് വേഗത്തിൽ ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നു. ഈ വിമാനം ഒരു നോർമൽ രീതിയിൽ ലോഡ് ചെയ്ത് ആഫ്റ്റർ ബേർണറുകൾ ഉപയോഗിച്ചാൽ 11-12 സെക്കൻഡിനുള്ളിൽ ഇതിന് റൺവേയിൽ നിന്ന് പറന്നുയരാൻ സാധിക്കും. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ F-35 പറന്നുയരാൻ ഏകദേശം 20-25 സെക്കൻഡ് എടുക്കുമത്രേ. ഈ F-35ന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ ശക്തമായ എഞ്ചിനാണ്. എന്നാൽ ഭാരം കുറഞ്ഞതോ കൂടുതൽ ശക്തമോ ആയ യുദ്ധവിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വിമാനത്തിന്റെ ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതം അത്ര ഉയർന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേഗതയെ ബാധിക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ അമേരിക്കയുടെ F-22 റാപ്റ്ററിനെ എടുക്കുകയാണെങ്കിൽ 2 എഞ്ചിനുകളും സ്റ്റെൽത്ത് എയറോഡൈനാമിക്സും ഉപയോഗിച്ച് ഇത് ഏകദേശം 15-20 സെക്കൻഡിനുള്ളിൽ പറന്നുയരും. അതായത് അതിന്റെ മികച്ച പ്രകടനമാണ് അത് പ്രദർശിപ്പിക്കുന്നത്. ആ സ്ഥാനത്ത് ചൈനയുടെ യുദ്ധവിമാനം എടുക്കുകയാണെങ്കിൽ അതിന് വലിപ്പവും ഭാരവും കൂടുതലാണ്. അതായത് കുറഞ്ഞ പേലോഡോടെ ചൈനയുടെ J-20 ഏകദേശം 20-25 സെക്കൻഡിനുള്ളിൽ പറന്നുയരും. തീർച്ചയായും മറ്റു പോരാളികളെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ റഷ്യയുടെ Su-57 ഒരു പേലോഡും ഇല്ലാതെ 10 സെക്കൻഡിനുള്ളിലും കുറഞ്ഞ നോർമൽ രീതിയിലുള്ള പേലോഡും ആയുധങ്ങളുമായി 10 മുതൽ 12 സെക്കൻഡിനുള്ളിലും പറന്നുയരാൻ Su-57 സാധിക്കും. മറ്റ് വിമാനങ്ങളെല്ലാം ഒപ്റ്റിമൽ സാഹചര്യങ്ങളിൽ ശ്രദ്ധേയമായ ഒരു നേട്ടം കൈവരിക്കുന്നുണ്ട് എങ്കിലും കുറഞ്ഞ ലോഡും ശരിയായ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിന്റെ ടേക്ക് ഓഫ് നേടാനാകുമെന്ന് Su-57 തെളിയിച്ചിരിക്കുകയാണ്. ആയുധങ്ങൾ, കുറഞ്ഞ പേലോഡ്, നിറയ്ക്കാത്ത ഇന്ധന ടാങ്ക്, ആഫ്റ്റർ ബേർണർ ഉപയോഗം എന്നിവയല്ലാതെ ഒപ്റ്റിമൽ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ആധുനിക യുദ്ധവിമാനങ്ങളുടെ ടേക്ക് ഓഫ് സമയം വ്യത്യാസപ്പെട്ടിരിക്കും. Su-57 ഒരു മികച്ച 5ാം തലമുറ യുദ്ധവിമാനമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എയ്റോ ഇന്ത്യ 2025 വെറും 10 സെക്കൻഡുകൾ കൊണ്ടാണ് കുറഞ്ഞ റൺവേയിൽ നിന്ന് AL-41 F1 എഞ്ചിനുമായി Su-57 പറന്നുയർന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.